എത്രയാണതിന് 30? ഇതൊക്കെ എത്ര കാണിക്ക ജസ്റ്റ് 70 അല്ലേ? എത്ര 50. ഇതൊക്കെ 50 റേറ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഞായറാഴ്ച മിഠായിത്തെരുവിൽ പോയിട്ടുണ്ടായി, നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ സൺഡേ മാർക്കറ്റിൻ്റെ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഈ ഷോപ്പിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് എന്ന് വെച്ചാൽ 5 രൂപ തുടങ്ങി 30 രൂപ വരെ അവസാനിക്കുന്ന കടകളുടെ വീഡിയോസാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ ഈ കടേൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ചാനലിൽ ഇടുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ കടയിൽ ഏത് സാധനം എടുത്താലും 30 രൂപ, 50 രൂപ, 100 രൂപ ആ ബഡ്ജറ്റിലാണ് വരുന്നത്. സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോയാലോ, ഇതിൽ ഏത് സാധനം നമ്മൾ എടുത്താലും 30 രൂപ റേറ്റ് ആണ് വരുന്നത്. അതിൽ തന്നെ സ്റ്റീലായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ടിന്നൊക്കെ ഇല്ല, ഇതൊക്കെ റേറ്റ് വരുന്നത് 30 രൂപ റേറ്റ് ആണ്. ഇതൊക്കെ നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റിയാണ് എടുത്തു പറയാനുള്ളത്. പ്ലാസ്റ്റിക്കിനൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ കത്തി, കുറേ ഐറ്റംസ് ഉണ്ട്. ഫിനോയിൽ 3 ചകിരിയില്ലേ, ബാത്ത് ചകിരി, അതാണ് 3 എണ്ണത്തിനാണ് 30 രൂപ റേറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പ്ലാസ്റ്റിക് കപ്പുകൾ, സ്റ്റീലിൻ്റെ കപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഫ്ലവർ വൈസ് ഇല്ലേ, അതിനും റേറ്റ് വരുന്നത് 30 രൂപയാണ്. പിന്നെ കത്തിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കത്തിയായിരുന്നു. കത്തികൾ സ്റ്റീലിൻ്റെ ഉണ്ട്, ഇരുമ്പിൻ്റെ കത്തിയും വരുന്നുണ്ട്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് 30 രൂപയിൽ വരുന്നത്. 30 രൂപയിൽ കഴിഞ്ഞാൽ പിന്നെ റേറ്റ് വരുന്നത് 20 രൂപ റേറ്റാണ്. അപ്പോൾ ഈ കാണുന്ന ചെടിച്ചട്ടികളൊക്കെ റേറ്റ് വരുന്നത് 30, 50 ആ റേറ്റാണ്. വലിയ പോട്ടിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് പെൻ പൗച്ചാണ്. പെൻ പൗച്ചൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റ് ഷീറ്റാണ്. ഇത് 25 വൈറ്റ് ഷീറ്റാണ് വരുന്നത്. നമുക്ക് മുഖമൊക്കെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കണതാണ്. അപ്പോൾ ഇതിന് ഗ്രേപ്പിൻ്റെയും ആപ്പിളിൻ്റെയും ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് ഷീറ്റ് തന്നെ നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് 30 രൂപയിൽ തന്നെ വരുന്ന ടിന്നുകൾ, ലഞ്ച് ബോക്സിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ടിന്നുകൾ, പ്ലേറ്റുകൾ, പിന്നെ ഫ്ലവർ വൈസ്, അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ. പ്ലേറ്റിൽ തന്നെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതിൽ തന്നെ സ്റ്റീലിൻ്റെയും വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെയും വരുന്നുണ്ട്. പിന്നെ കുപ്പികൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് വരുന്നുണ്ട്. പറയാൻ പറ്റൂല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുറേ കളക്ഷൻ ഉണ്ട്. 30ൻ്റെ തന്നെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ കയറിയാൽ മതി. അങ്ങനെയാണ് പറയുമ്പോൾ തന്നെ നമുക്ക് എളുപ്പം വരുന്നത്. അപ്പോൾ എന്ത് സാധനവും നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അടുക്കളയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം. 5 ഡിഷ് വാഷിൻ്റെ സോപ്പിന് റേറ്റ് വരുന്നത് 30 രൂപ റേറ്റാണ്. അടുത്ത് തന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിക്കണ ഗ്ലാസ്, ചായ ഗ്ലാസ്, അതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. അതിൽ തന്നെ കുറേ മോഡൽ. നമ്മളിപ്പോൾ മിഠായിത്തെരുവിൽ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ കടകൾ കൂടുതൽ അവിടെ ഉണ്ട്. 5 രൂപ തുടങ്ങുന്ന കടകളാണ്. അതൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ് ഇങ്ങനത്തെ കടകളൊക്കെ. നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിലും നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ വിലയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കുക, കുറച്ച് പൈസ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ മേടിക്കുക, അതാണ് നമുക്ക് ഇവിടെ കയറുമ്പോൾ കിട്ടണ ഒരു ലാഭം തന്നെ തോന്നുന്നത്. പിന്നെ ഈ ചെറിയ ബക്കറ്റ്, ടിന്നുകൾ, ഇതിനൊക്കെ 30 രൂപ റേറ്റാണ് വരുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടിന്നുകളും ഒക്കെയാണ്. ടിന്നുകളും ലഞ്ച് ബോക്സ് ഐറ്റംസിൽ തന്നെ കുറേ കളറുകൾ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ. പിന്നെ കത്രികയ്ക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ലൈറ്റർ അത് 30 രൂപയാണ് റേറ്റ് വരുന്നത്. 30 രൂപേൻ്റെ സാധനം കഴിഞ്ഞാൽ പിന്നെ 50 രൂപ റേറ്റിലേക്കാണ് വരുന്നത്. ഇതൊക്കെ ഈ കത്രികയൊക്കെ 30 രൂപ റേറ്റ് വരുന്നതാണ്. 50 രൂപ റേറ്റിലേക്ക് വരുമ്പോൾ കത്രികയൊക്കെ ഈ കത്രികയൊക്കെയാണ് 50 രൂപ റേറ്റ് വരുന്നത്. ഈ ലൈറ്ററില്ലേ, ബ്ലാക്കും ഗ്രീനും കൂടെ വരുന്ന ലൈറ്റർ, അതിന് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയത് ഈ ലഞ്ച് ബോക്സ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ തോന്നിക്കുന്നുണ്ട് നമ്മൾ കയ്യിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ. എന്തായാലും നമ്മൾ ഇവിടുത്തെ അടുത്ത കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ 120 രൂപ റേറ്റൊക്കെ വരുന്നില്ല, ഒരു 100 രൂപ റേറ്റെങ്കിലും ആവുന്നുണ്ട്. ഈ തൂക്കുപാത്രമില്ല, അതിന് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. പിന്നെ ഗേൾസിനൊക്കെ പറ്റിയ പേഴ്സ്, അതിൻ്റെ കളക്ഷനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 50 രൂപ കുറേ കളക്ഷൻ സാധനങ്ങളുണ്ടായിരുന്നു. ഈ കത്രികയാണ് 50 രൂപ റേറ്റ് വരുന്നത്. ഈ 50 രൂപ കളക്ഷനിൽ തന്നെ കുടകൾ, അതുപോലെ തന്നെ ഇൻകോട്ടുകൾ, പിന്നെ വലിയ പെൻ പൗച്ച്, അതൊക്കെ 50 രൂപ റേറ്റാണ് വരുന്നത്. ഈ ക്യൂട്ടായിട്ടുള്ള പാത്രത്തിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. പിന്നെ ഫ്ലവർ വൈസ് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവർ വൈസാണ്. 30 രൂപേൻ്റെ ഫ്ലവർ വൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 50ൻ്റെ ഫ്ലവർ വൈസ് അത്യാവശ്യം വലിപ്പം തോന്നിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ പ്ലേറ്റിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാൻ ഇങ്ങനത്തെ പ്ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 120 രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ഗ്ലാസിൻ്റെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നേ. ക്യൂട്ടായിട്ടുള്ള ഈ കപ്പുകൾ, പ്ലേറ്റുകൾ, അതിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ഇതൊക്കെ മിഠായി തെരുവിൻ്റെ ഉള്ളിൽ വരുന്ന ഷോപ്പുകളാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു, അപ്പോൾ കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. സോപ്പിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. അത് സെറ്റോടാണ്, കോംബോ ആയിട്ടാണ്. 4 സോപ്പൊക്കെയാണ് 50 രൂപ റേറ്റ് വരുന്നത്. പിന്നെ ക്യൂട്ടായിട്ടുള്ള ടിന്നിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ഇവരുടെ അടുത്ത് തന്നെ വിമ്മിൻ്റെ ലിക്വിഡും ഉണ്ടായിരുന്നു. പിന്നെ കത്തി ഐറ്റംസിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 30 രൂപ റേറ്റാണ്. ഇതൊക്കെ 30 രൂപ ഐറ്റംസാണ്. ചെടിച്ചട്ടി 30-ൻ്റെയും ഉണ്ട്, 50-ൻ്റെയും ഉണ്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണം ഒക്കെ കോംബോ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിന് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. 6 എണ്ണം ഒക്കെ എടുക്കുവാണെങ്കിൽ 100 രൂപ റേറ്റേ വരുന്നുള്ളേ. പിന്നെ ഈ കട ചെറിയ ഷോപ്പാണെങ്കിൽ ഉള്ളിലേക്ക് വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കുറേ കളക്ഷനുകളുണ്ട്. ജഗ്ഗിനൊക്കെ റേറ്റ് വരുന്നത് 30 രൂപ റേറ്റാണ്. അപ്പോൾ ജഗ്ഗിൻ്റെ കുറേ കളക്ഷനുകളുണ്ട്, കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കടകളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് നല്ല കൺഫ്യൂഷനൊക്കെ തോന്നി. വേറെ ഒന്നുമില്ല, ഏത് സാധനം എടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ കടേൻ്റെ ലൊക്കേഷൻ വരുന്നത് മൊയ്തീൻ പള്ളീൻ്റെ സമീപമാണ്. അത്തർവാല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മൊയ്തീൻ പള്ളി അത്തർവാലേൻ്റെ സമീപം സൂം എന്നാണ് ഈ കടേൻ്റെ പേര് വരുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയത് സൺഡേ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ വരിയോര കച്ചവടക്കാരുടെ വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ജീൻസിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. അപ്പോൾ ഷർട്ടിൻ്റെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ജീൻസിന് പുറമെ ഇവരുടെ അടുത്ത് തന്നെ പാൻസിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നേ. അപ്പോൾ ഷർട്ടിലേക്ക് വരുമ്പോൾ ഹാഫ് സ്ലീവും വരുന്നുണ്ട്, ഫുൾ സ്ലീവിൻ്റെ ഷർട്ടും വരുന്നുണ്ട്. 100 രൂപയ്ക്കൊക്കെ നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ടോപ്പിൻ്റെ കളക്ഷനിലേക്കാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 250 രൂപ റേറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 250-ൻ്റെ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. നമ്മൾ 250 ആണെങ്കിലും അത്യാവശ്യം വിലയൊക്കെ കുറച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് റേറ്റും കാര്യമൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പലാസ പാൻറ്റിന് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് 80 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ കുറേ കളറുകളുണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. ഗ്രീന്, ബ്ലൂ, റെഡ്, ബ്ലാക്ക്, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. കളറിൻ്റെ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഈ കടയിൽ. അപ്പോൾ ഇവർ കടേൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂക്ക എന്നാണ് കടേൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഷർട്ടിൻ്റെ കളക്ഷനിലേക്കാണ്. ഇവിടെ ഏത് ഷർട്ടിന് എടുത്താലും റേറ്റ് വരുന്നത് 300 രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഷർട്ടിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഓഫർ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഷർട്ടിൽ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഒറ്റ കളർ ഷർട്ട് ഉണ്ടായിരുന്നു, ചെക്കിൻ്റെ ഷർട്ട് ഉണ്ടായിരുന്നു, പ്രിൻറ്റിൻ്റെ വരുന്നുണ്ട്. ഇങ്ങനെ കുറേ കളക്ഷനുകൾ വരുന്നുണ്ടായിരുന്നു. സ്പീക്കറിൻ്റെ റേറ്റ് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 200 രൂപ റേറ്റാണ്. നിങ്ങൾക്ക് 200 രൂപ കളക്ഷനിൽ വരുന്നതാണ് ഈ സ്പീക്കറൊക്കെ. അപ്പോൾ അതിലും ബഡ്ജറ്റ് കുറവുള്ള സ്പീക്കറുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ. രാവിലെ ഇതിവിടെ 9 മണിയാകുമ്പോഴാണ് ഓപ്പണിങ് വരുന്നത് ഈ ഞായറാഴ്ച മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾ രാത്രിയായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ തന്നെ എല്ലാ കളക്ഷനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നെന്നാണ് അവർ പറഞ്ഞത്. വലിയ സ്പീക്കറിനൊക്കെ റേറ്റ് വരുന്നത് 2300 രൂപ റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 6 മാസത്തെ വാറൻറ്റി ഉൾപ്പെടെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറുകൾ, ഹെഡ്സെറ്റുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിലേക്ക് റേറ്റ് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 300 രൂപ റേറ്റാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ബാഗിൻ്റെ കളക്ഷനിലേക്കാണ്. ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 150 രൂപ റേറ്റാണ്. 150ൻ്റെ ബാഗിൽ തുടങ്ങി 200 രൂപ റേറ്റ് വരെയാണ് വരുന്നത്. അപ്പോൾ ഗേൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഈ ബാഗുകളൊക്കെ ഇല്ലേ, ഹാൻഡ് ബാഗുകൾ, അതിനൊക്കെ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. 200 രൂപ റേറ്റിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ. ക്യൂട്ടായിട്ടുള്ള ചെറിയ ബോക്സിൻ്റെ ബാഗിനൊക്കെ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വാങ്ങിക്കാവുന്നതാണ്. 3 എണ്ണമൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ലാഭം, കുറച്ച് വില കുറച്ചൊക്കെ. ബാഗിന് പുറമെ സ്കൂൾ ബാഗുകളും ഇവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഏതെടുത്താലും 25 രൂപ മുതൽ എന്നുള്ള ഈ ഷോപ്പിലേക്കാണ്. ഇവിടെ ഡ്രസ്സുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏത് സാധനം എടുത്താലും 25 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ ആ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയതേ ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. തുണിക്കായാലും ലുങ്കികൾക്കായാലും ഒക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. പാൻറ്റ്സ്, വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളായിരുന്നു കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകളും ഒക്കെയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ടീഷർട്ട്,
25 രൂപ മുതൽ ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പുകൾ മിഠായി തെരുവിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പ് ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കുറേ വട്ടം ഇവിടെ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കടേൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. കാക്ക ഇവിടെ ഏതെടുത്താലും 25 മുതൽ സ്റ്റാർട്ടിങ്. ഓക്കെ. നിങ്ങൾ നോക്കിയത് വരിയോര കച്ചവടക്കാർ എടുത്തേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റുള്ള. ഈ കാണുന്ന പാൻറ്റില്ലേ അതിന് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ഷോർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ്. വരിയോര കച്ചവടക്കാർ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാണ്. നമുക്കതിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എടുത്ത് തന്നെ കാർഗോൻ്റെ പാൻറ്റും ഉണ്ടായിരുന്നു. അതിന് റേറ്റ് വരുന്നത് 350 രൂപ റേറ്റാണ്. അപ്പോൾ കുറേ കളക്ഷനുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഒക്കെ വന്ന് വീഡിയോ എടുത്തിരുന്ന കുറേ കളക്ഷനുകൾ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ രാത്രി ടൈമിലാണ് പോയത്. ഒരു 7 മണിയൊക്കെ ആയ ടൈമിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഒത്തിരി കളക്ഷനുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും കുറേ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തോന്നിക്കുന്നുണ്ടായിരുന്നു. ടീഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കച്ചവടക്കാർ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സുകൾ ഇങ്ങനെ വാരി കൂട്ടി ഇട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നോക്കി എടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ തിരഞ്ഞെടുക്കേണ്ടതാണ്. പിന്നെ ഈ കാണുന്ന കളിപ്പാട്ടത്തിനൊക്കെ റേറ്റ് വരുന്നത് 4 എണ്ണമൊക്കെ 50 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ മോനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ടോയ്സായിരുന്നു വാങ്ങിയത്. അപ്പോൾ അത് ഇപ്പോഴും മോൻ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ബാറ്ററി ഒന്നും ഇട്ടാൽ അത് ഓടത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ടൊക്കെ എടുക്കുക. പിന്നെ ഇങ്ങനത്തെ വാച്ചിനൊക്കെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. കുട്ടികളുടെ വാച്ചിനാണ് 100 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്